ആചാര്യ ടി വി ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ഇന്നത്തെ ജ്യോതിഷ വിഷയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ജ്യോതിഷ വിഷയം, ഏത് വിവാഹ തടസ്സവും ഇങ്ങനെ മാറ്റിയെടുക്കാം. ഏത് വിവാഹ തടസ്സവും നമ്മൾക്ക് മാറ്റിയെടുക്കാം. എന്തൊക്കെ ചെയ്യണം? ആ വിവാഹ തടസ്സം മാറാൻ വേണ്ടി നമ്മൾ പല കാര്യങ്ങളും വിവാഹ തടസ്സം മാറാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പലതും പല കാര്യത്തിലും പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം ഗുണകരം തന്നെയാണ്, അല്ലാണ്ട് ഒന്നിനെ ചീത്തയാക്കുന്ന കാര്യങ്ങളല്ല. പല കാര്യങ്ങൾ കൊണ്ട് നമുക്ക് വിവാഹ തടസ്സങ്ങൾ മാറ്റിയെടുക്കാം, അല്ലേ? അതുപോലെ തന്നെ പല കാര്യങ്ങൾ കൊണ്ട് വിവാഹ തടസ്സങ്ങൾ ഉണ്ടാകും ഒരു കുടുംബത്തിൽ. അല്ലെങ്കിൽ ഒരു പെൺകുട്ടിക്കാണെങ്കിലും ഒരു ആൺകുട്ടിക്കാണെങ്കിലും പല വിധത്തിലുള്ള വിവാഹ തടസ്സങ്ങൾ വന്നുപെടാം. അപ്പം വിവാഹം പല കാര്യങ്ങൾ കൊണ്ട് തടസ്സപ്പെടുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഒന്ന്, ജാതകത്തിലെ ദോഷം കൊണ്ട് വിവാഹത്തിന് തടസ്സം വരും. അതായത് ജാതകത്തിൽ 7ലും 8ലും ഒരു പാപഗ്രഹം നിന്നാൽ തീർച്ചയായിട്ടും അവിടെ വിവാഹം നീണ്ടുപോകും, അവിടെ തടസ്സം വരും. വിവാഹം നീണ്ടുപോകാൻ സാധ്യതയുണ്ട്. ജാതകത്തിൽ 7ലോ 8ലോ ഒരു പാപഗ്രഹം നിന്നാൽ അവിടെ വിവാഹം നീണ്ടുപോകും. അതൊരു കാരണമാണ് വിവാഹ തടസ്സത്തിന്. അതുകൂടാതെ പരദേവതാ കോപം, ഇല്ലേ? പരദേവതാ കോപമുണ്ട് വിവാഹ തടസ്സത്തിന്, അത് വരാം. അതായത് പരദേവത എന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിൻ്റെ ദേവത. ചിലവർക്ക് പരദേവത എന്താണെന്ന് അറിയില്ല കേട്ടോ. കാരണം അവർക്ക് അറിയില്ല. കാരണം അവരുടെ പൂർവികരായിട്ട് ആരാധിച്ചു വരുന്ന ദേവനോ ദേവിയോ ഉണ്ടാവും. അതായത് നമ്മുടെ മുൻ തലമുറ, 7 തലമുറയിൽപ്പെട്ട പൂർവികർ ആരാധിച്ചു വരുന്ന ഒരു ദേവനോ ദേവിയോ ഉണ്ടാവും. അത് ആ കുടുംബത്തിൻ്റെ പരദേവതയാണ്, ആ കുടുംബത്തിൻ്റെ ദേവതയാണ്. പക്ഷേ ഇപ്പോഴുള്ള തലമുറക്കാർക്ക് അത് അറിയില്ല. അത് അറിയാതെയാണ് അവർ ഇപ്പോൾ മറ്റു ക്ഷേത്രങ്ങളിലൊക്കെ പോയി പരിപാടി നടത്തുന്നു. അതായത് സ്വന്തം കുടുംബക്ഷേത്രത്തിൽ പോയി 5 പൈസയോ അല്ലെങ്കിൽ ഒരു വഴിപാടോ നടത്താത്തവർ മറ്റ് ക്ഷേത്രങ്ങളിൽ പോയി വഴിപാട് നടത്തിയെന്ന് വെച്ചിട്ട് ഒരു ഗുണവും ഇല്ല. അപ്പം സ്വന്തം കുടുംബക്ഷേത്രം എവിടെയെന്ന് ആദ്യം കണ്ടുപിടിക്കണം. അപ്പം ആ കുടുംബ ദേവതയുടെ ശാപത്തിന് ഇടവരുത്തരുത്. പലർക്കും അറിയില്ല. അവരുടെ കാരണന്മാരായിട്ട് അവർ ആരാധിച്ചു വരുന്ന ദേവനെയും ദേവിയെയും അവരുടെ പിൻതലമുറക്കാർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവില്ല. അതുമല്ലെങ്കിൽ അന്ധവിശ്വാസമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് പല വിധത്തിൽ ഇവരെ പിന്നീടുള്ള തലമുറക്കാരെ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ടാവും. അവരത് വിശ്വസിച്ചു പോന്നിട്ടുണ്ടാവും. കാര്യത്തോടെ അടുക്കുമ്പോഴാണ് ഇവർക്ക് ബുദ്ധിമുട്ട് വരുന്നത്, ഇല്ലേ? മുൻതലമുറയിലെ ആൾക്കാർ മരിച്ചു പോയിട്ടുണ്ടാവും. എന്നാൽ അതിൻ്റെ ഇത് അനുഭവിക്കുന്ന പിന്നിൽ വരുന്ന തലമുറകളാണ്. അവരുടെ ദേവത എവിടെയെന്ന് അവർ കണ്ടുപിടിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലാണ് അവർ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ വിവാഹത്തിന് തടസ്സം ഉണ്ടാകാം. പരദേവത കോപം കൊണ്ട് തടസ്സം ഉണ്ടാകും. കാരണം വീട്ടിൽ മംഗളകർമ്മങ്ങളൊന്നും നടക്കാൻ ഇടവരില്ല, നടക്കില്ല ഈ പരദേവതാ കോപം ഉണ്ടെങ്കിൽ. കൂടാതെ സർപ്പശാപം, ഈ സർപ്പത്തിൻ്റെ ശാപം ഏക്കാൻ ഇടവന്നിട്ടുണ്ടെങ്കിൽ ആ കുടുംബത്തിനോ അല്ലെങ്കിൽ ഈ വിവാഹം നടക്കാനുള്ള ആൾക്കോ സർപ്പശാപം ഏക്കാൻ ഇടവന്നിട്ടുണ്ടെങ്കിൽ വിവാഹത്തിന് തടസ്സം വരും. പിന്നെ അതുകൂടാതെ പിതൃശാപം, പിതൃ എന്ന് പറഞ്ഞാൽ പിതാവിൻ്റെ പിതൃക്കളുടെ, മരിച്ചുപോയ മുൻ തലമുറയിൽപ്പെട്ട പിതൃക്കളുടെ ശാപം ഉണ്ടെങ്കിൽ കുടുംബത്തിൽ മംഗളകാര്യങ്ങളൊന്നും നടക്കില്ല. അപ്പോൾ വിവാഹം അതുപോലെയുള്ള കാര്യങ്ങൾക്ക് തടസ്സം വരും. ഇത് കൂടാതെ ബാധാദോഷം എന്ന് പറഞ്ഞ കാര്യമുണ്ട്. ഇപ്പം ആൾക്കാർ പറയൂലേ, ബാധ കൂടിയിട്ട് അത് അന്ധവിശ്വാസം എന്നൊക്കെ പറയൂലേ. ഒരു അന്ധവിശ്വാസവും ഇല്ല, ബാധയൊക്കെ ഉണ്ട്. ബാധാദോഷങ്ങൾ മാറാൻ കാര്യങ്ങളൊക്കെ ഉണ്ട്, അല്ലേ? ഒരുപാട് ജ്യോതിഷ ആചാര്യന്മാർ എഴുതി വച്ചിരിക്കുന്ന പുസ്തകങ്ങളുണ്ട്, ജ്യോതിഷ പുസ്തകങ്ങൾ. പ്രശ്നമാർഗത്തിൽ തന്നെ ഒത്തിരി കാര്യങ്ങൾ ബാധാദോഷങ്ങൾ മാറ്റുന്നതിനും ബാധകളെ എങ്ങനെ കണ്ടുപിടിക്കുന്നതിലൊക്കെ പ്രശ്നമാർഗം ജ്യോതിഷ പുസ്തകത്തിൽ
സവിസ്തരം മുൻ തലമുറയിൽപ്പെട്ട ആചാര്യന്മാർ അത് സവിസ്തരം വിസ്തരിച്ച് എഴുതി വെച്ചിട്ടുണ്ട്. അതൊന്നും അന്ധവിശ്വാസമല്ല. ബാധകൾ ഉണ്ടാവും. എങ്ങനെ? അതായത് നമ്മൾ മരിച്ചു കഴിഞ്ഞു, നമ്മളുടെ ആത്മാവിന് മോക്ഷപ്രാപ്തി കൊടുത്തു, സായുജ്യം കൊടുത്തു, അവരെ പിതൃലോകത്തേക്ക് എത്തിക്കാതെ ഇരിക്കുന്ന ചില ആൾക്കാർ, അവരുടെ ആ പിതൃക്കളുടെ ശാപം ഭൂമിയിൽ വീഴാനിട വന്നാൽ അത് നമുക്ക് ബാധാദോഷമായിട്ട് വരും. അവർ ബാധകളായിട്ട് മാറും നമുക്ക്. അപ്പോൾ ആ മുൻമറഞ്ഞു പോയ ആ ആത്മാക്കൾ അവർ ദുരാത്മാക്കളായി ബാധകളായി മാറി നടക്കും. അവർ ഒരു ശുഭകാര്യങ്ങളും ഒരു കുടുംബത്തിലും ചെയ്യിക്കില്ല. ഇത് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അന്ധവിശ്വാസമെന്ന് പ്രചരിപ്പിക്കുന്ന ആൾക്കാർ ഇവൻ പറയുന്നത് മുഴുവൻ അന്ധവിശ്വാസമെന്ന് പറയും. പക്ഷെ ഒരു കുടുംബത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്ന് സംഭവിക്കുമ്പോഴാണ് അവന് വിവരം അറിയുള്ളൂ. മനസ്സിലായ? ഒരു കുടുംബത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്ന് സംഭവിക്കുമ്പോൾ അവൻ ഓടും. അവിടെ നിരന്തരമായി പ്രശ്നങ്ങളും ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളും മംഗളകാര്യങ്ങളൊന്നും നടക്കാണ്ട് വരുമ്പോൾ തീർച്ചയായിട്ടും അവൻ പോയി അന്വേഷിക്കും, ഇത് എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് മാത്രം ഇങ്ങനെ ഒരു ദുരിതം വന്നുകൂടണേന്ന്. അപ്പം അതിൻ്റെ വിവരം അറിയാം. അതുകൊണ്ട് അല്ലാണ്ട് ബാധ ഇല്ല എന്നൊന്നും പറയാൻ പറ്റൂല. ബാധ കൂടും, ബാധയൊക്കെ ഉണ്ട്. അത് അന്ധവിശ്വാസമൊന്നുമല്ല, വിശ്വാസം തന്നെയാണ്. അന്ധവിശ്വാസമല്ല നമ്മളിവിടെ പറയുന്നത്. വിശ്വാസമായ കാര്യങ്ങൾ ദൈവികപരമായി ചിന്തിച്ചും ആചാര്യന്മാർ എഴുതി വച്ചിട്ടുള്ള കാര്യങ്ങളുടെ സവിസ്തരമായ കാര്യങ്ങളാണ് ഇവിടെ സത്യസന്ധമായി നിങ്ങളുടെ മുമ്പിൽ പറയുന്നത്. അപ്പം ഇത് കണ്ടറിഞ്ഞ് ഈ ബാധാദോഷം ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് കണ്ടറിയണം. ആ കണ്ടറിയണമെന്നുണ്ടെങ്കിൽ എന്താ, നല്ലൊരു ജ്യോത്സ്യൻ്റെ അടുത്ത് പോകണം. ജ്യോത്സ്യം വയറ്റിപ്പഴപ്പിന് മാത്രം ഇരിക്കണവനൊന്നും അല്ല കേട്ടോ. അങ്ങനെ പറയുന്ന ഇതിലെ ആൾക്കാരുണ്ട്, ആ ജ്യോത്സ്യം അവൻ വയറ്റിപ്പഴപ്പിന് ഇരിക്കണേന്ന്. അതിങ്ങനെ ഒരേ ഈ അന്ധവിശ്വാസം ഒക്കെ പറയുന്ന ആൾക്കാരാണ്. ഈ ജ്യോത്സ്യന്മാരെ മുഴുവനും കണ്ണടച്ച് ആക്ഷേപിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. എന്നാലേ ഇവരുടെ കുടുംബത്തിൽ ഒരു കാര്യം വരുമ്പോൾ ഇവർ ജ്യോത്സ്യന്മാരുടെ വീട്ടിൽ കയറി ഇറങ്ങും. ഈ അന്ധവിശ്വാസമാണെന്നും പറഞ്ഞ് നടക്കുന്നവരുടെ കുടുംബത്തിൽ എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ അങ്ങനെ എത്രയോ ആൾക്കാർ ഞങ്ങളുടെ അടുത്ത് വന്നിട്ടുണ്ട്. നമുക്കറിയാം. ഇവർ പുറത്ത് റോട്ടിലോ വഴിയിലോ നിന്നുകൊണ്ടൊക്കെ ഈ ജ്യോത്സ്യന്മാരെ കളിയാക്കും. എന്നിട്ട് അവരുടെ വീട്ടിലൊരു മംഗളകാര്യം നടക്കാൻ നേരത്തെ ഒരു മുഹൂർത്തം കൊടുക്കാൻ വരും. എന്തിനാണത് വന്നത്? എന്നിട്ട് ഒളിച്ചും പാത്തും വരും. അപ്പോൾ അതുകൊണ്ട് അന്ധവിശ്വാസം വേറെ, ദൈവവിശ്വാസം വേറെ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നല്ലൊരു ജ്യോത്സ്യന് കണ്ടുപിടിച്ച് തരാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്താൽ, അത് കണ്ടറിഞ്ഞ് ചെയ്താൽ നമുക്ക് ആ തടസ്സങ്ങൾ മാറിക്കിട്ടും. എന്നാൽ ഇതിനൊന്നിനും നേരം കിട്ടാത്തവരുണ്ടാവും ഇല്ലേ? ഈ ജ്യോത്സ്യൻ്റെ അടുത്ത് പോകാനോ അല്ലെങ്കിൽ ജ്യോത്സ്യനെ കാണാനോ അതിന് പ്രതിവിധി ചെയ്യാനോ ഒക്കെ പരിഹാരം ചെയ്യാനോ ഒക്കെ സമയമില്ലാത്തവരും അല്ലെങ്കിൽ അതിന് പാകതയില്ലാത്തവരും ചിലപ്പോൾ കണ്ടെന്ന് വരും. എന്നാൽ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ അറിയാത്തവർ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്ന് ചെയ്തു നോക്കൂ. ചിലപ്പോൾ നിങ്ങൾക്ക് ഗുണമുണ്ടാവും. നിങ്ങൾക്ക് ഈ ഞാൻ പറയുന്ന ഈ കാര്യങ്ങൾ ചെയ്താൽ അതുകൊണ്ട് ചിലപ്പോൾ നേട്ടങ്ങൾ ഉണ്ടാകാം. എന്താണ്? വിവാഹകാരകനായ ശുക്രൻ്റെ ഗായത്രി മന്ത്രം ദിവസവും നിങ്ങൾ ചൊല്ലണം. വിവാഹകാരകനായ ശുക്രൻ വിവാഹകാരകനാണ്. വിവാഹ സംബന്ധമായ കാര്യങ്ങൾ അടുപ്പിക്കുന്നതാണ്. പ്രേമിക്കുന്നവരെ തമ്മിൽ അടുപ്പിക്കുന്നതാണ് ശുക്രൻ. ശുക്രൻ്റെ ദശാകാലത്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ലൗകികമായ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ ശുക്രനെ പ്രീതിപ്പെടുത്തുന്ന വിധത്തിലുള്ള ശുക്രൻ്റെ ഗായത്രി മന്ത്രങ്ങൾ ചൊല്ലാം. ശുക്രനെ കൊണ്ടാണ് വിവാഹകാര്യം ചിന്തിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ ശുക്രനെ മനസ്സിരുത്തി ശുക്രഭഗവാന്റെ ഗായത്രി ചൊല്ലിയാൽ നിങ്ങൾക്ക് ഫലം കിട്ടും. നിങ്ങൾ മറ്റു കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്തവർ നിങ്ങൾ ഇതൊന്ന് ചെയ്തു നോക്കൂ. അതായത് ശുക്രൻ്റെ ഗായത്രി മന്ത്രം, വിവാഹകാരകനായ ശുക്രൻ്റെ ഗായത്രി മന്ത്രം നിങ്ങൾ ഇതുപോലെ ഒന്ന് ചൊല്ലി നോക്കൂ. തീർച്ചയായിട്ടും അവിടെ മനസ്സിരുത്തി ചൊല്ലിയാൽ നിങ്ങൾക്ക് ഫലം കിട്ടും. എന്താണ് ആ മന്ത്രം? ആ മന്ത്രം ഞാൻ വേണമെങ്കിൽ നിങ്ങൾ എഴുതിയെടുത്തോളൂ. ഞാൻ പറയാം.
ഓം അശ്വധ്വജായ വിദ്മഹേ ധനുർഹസ്തായ ധീമഹി തന്നോ ശുക്ര പ്രചോദയാത്. ഇതാണ് ഈ 4 വരി. ഈ ചെറിയ 4 വരി മന്ത്രം, വേറൊന്നുമല്ല. ഞാൻ ഒന്നും കൂടി ചൊല്ലാം, എഴുതിയെടുക്കണമെങ്കിൽ എഴുതിയെടുത്തോളൂ. ഓം അശ്വധ്വജായ വിദ്മഹേ ധനുർഹസ്തായ ധീമഹി തന്നോ ശുക്ര പ്രചോദയാത്. ഈ മന്ത്രം ഇത് നിരന്തരം ചൊല്ലിയാൽ ഏത് വിവാഹ തടസ്സവും മാറിക്കിട്ടും. ശുക്രഭഗവാനെ നിങ്ങൾ മനസ്സിരുത്തി ഈ മന്ത്രം ചൊല്ലാം. പറ്റുമെന്നുണ്ടെങ്കിൽ വെള്ളിയാഴ്ച ദിവസം ഒന്ന് ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ പോയി ഉമാമഹേശ്വര പുഷ്പാഞ്ജലി നടത്താം. ഒരു 7 വെള്ളിയാഴ്ചയെങ്കിലും ഉമാമഹേശ്വര ക്ഷേത്രം, ഉമാമഹേശ്വരൻ എന്ന് പറഞ്ഞാൽ ശിവനും പാർവതിയും ഇരിക്കുന്ന ക്ഷേത്രം, അവിടെ പോയി ഉമാമഹേശ്വര പുഷ്പാഞ്ജലി നടത്താം. 7 വെള്ളിയാഴ്ച. 7 വെള്ളിയാഴ്ച അടുപ്പിച്ച് ഇപ്പോൾ സ്ത്രീകൾക്ക് പോകാൻ പറ്റൂല, ചെറുപ്പക്കാർ പിള്ളേർക്കൊന്നും പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ 7 തികച്ചാൽ മതി. അപ്പം ഇങ്ങനെ ശുക്രൻ്റെ ഗായത്രി മന്ത്രം ചൊല്ലാം അങ്ങനെയുള്ളവർ. അതല്ല, മറ്റ് തടസ്സങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ജ്യോത്സ്യൻ്റെ അടുത്ത് പോയി ഒരു വിവാഹ പ്രശ്നം വെച്ച് നോക്കിയാൽ ആ വിവാഹത്തിന് തടസ്സമായ കാര്യങ്ങൾ രാശി നോക്കി ഒരു നല്ലൊരു ജ്യോത്സ്യൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പോൾ അതിന് പ്രതിവിധി ചെയ്താൽ, പ്രതിവിധിയെ ചെയ്യണമെന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് രൂപ മുടക്കി നിങ്ങൾ ഹോമം നടത്തണമെന്നും പൂജ നടത്തണമെന്നും അല്ല ഞാൻ പറയുന്നത്. ചെറിയ നിസ്സാരമായ ചെറിയ വഴിപാടുകളിലൂടെ നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും. ഇതിന് ആയിരക്കണക്കിന് രൂപയൊന്നും കൊടുക്കണ്ട. അങ്ങനെ തട്ടിപ്പം പറഞ്ഞിരിക്കുന്ന ചില ആൾക്കാരുണ്ടാവും, അവരെയൊന്നും പോയി തലവെച്ച് കൊടുക്കരുത്. ദൈവത്തിനോട് തന്നെ പ്രാർത്ഥിക്കാം. ചെറിയ വഴിപാടുകളിലൂടെ പ്രാർത്ഥിച്ചാലും നിങ്ങളുടെ വിവാഹ തടസ്സം മാറിക്കിട്ടും. ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ ജ്യോതിഷ സംബന്ധമായ എന്ത് കാര്യത്തിനും എന്നെ വിളിക്കാം.